ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഇതുകൂടി ചേർത്തൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പിടിയാണ്. മലബാർ സ്പെഷ്യൽ ചിക്കൻ ഈന്തുപിടിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മലബാർ സ്പെഷ്യൽ ചിക്കൻ ഈന്തുപിടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 കിലോ ചിക്കനാണ് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ കുഴച്ചെടുക്കാം. നമുക്ക് എത്രയാണോ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് ചിക്കൻ്റെ അളവ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഈന്തുപിടിയെ തയ്യാറാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അളവ് കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈന്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് ഈന്തുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ 1.5 കപ്പ് ഈന്തുപൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈന്തൊന്ന് കുഴച്ചെടുക്കണം. ഈന്തിന് നല്ല വേവുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈന്ത് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ വേണം കുഴച്ചെടുക്കാൻ. ഞാനിവിടെ നന്നായിട്ട് ഈന്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈന്തിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെയാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നമുക്കൊരു പിടി രൂപത്തിലും വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് ഈന്ത് തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ചൂടാക്കിയിട്ടുള്ള വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊണ്ടാണ് കേട്ടോ ചൂടാക്കിയിരിക്കുന്നത്. ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈന്തൊക്കെ ഇട്ടിട്ട് ഈന്ത് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈന്ത് വന്നോന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈന്ത് നന്നായിട്ട് വെന്തിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയിട്ട് വരും. ഇപ്പോൾ ഈന്തൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വേവിച്ച ഈന്തും ഡ്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈന്തൊക്കെ ഇവിടെ നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വെല്ലുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ 1 തക്കാളി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ ചെറിയുള്ളി 10 ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വെളുത്തുള്ളി അല്ലി ചതച്ചതും, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, 2 പച്ചമുളക് കട്ട് ചെയ്തതുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പച്ചമുളകും കറിവേപ്പിലയും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി തന്നെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ചിക്കൻ കൂടുതലായിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ പ്രത്യേകമായിട്ട് ഉള്ളി വാട്ടിയെടുക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ചിക്കൻ പെട്ടെന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുക്കറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈന്തുപിടി വേവിക്കേണ്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട. ഈന്തുപിടി ചിക്കൻ ഗ്രേവിയിലിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഗ്രേവി ഉണ്ടായിരിക്കണം. ഇപ്പോൾ കുക്കറിലേക്ക് ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഒരു വിസിലായിട്ടുണ്ട്. ചിക്കനൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. നമുക്ക് ഈന്തുപിടിയൊക്കെ തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, നമുക്ക് പരുവ് താളിക്കുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മൂത്തിട്ട് വരട്ടെ.
മുത്തിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഗ്രേവിയും ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയാണ് നമുക്ക് ഈന്തൊക്കെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈന്ത് പിടിക്ക് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ഈന്ത് നന്നായിട്ട് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയിൽ കിടന്ന് ഒന്നുകൂടി വേവുമ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് കൂടുതൽ ഗ്രേവി വെച്ചിരിക്കുന്നത്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഗരം മസാല പൊടിയിൽ കറുവാപ്പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം എന്നിവയെല്ലാം ചേർത്ത് പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഈന്തൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഈന്തും ചിക്കനും എല്ലാം ചേർത്ത് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്ത മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഇവിടെ ഒരു ബൗളിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. പഴമക്കാരുടെ ഒരു ഭക്ഷണമായിരുന്നു കേട്ടോ ഈന്ത് എന്ന് പറയുന്നത്. ഷുഗർ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻറ്റ് പവർ വർദ്ധിപ്പിക്കാനും ഈന്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈന്ത് പിടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്